മമ്മി പപ്പയെടുത്ത് കാര്യമായിട്ടൊന്ന് സംസാരിച്ചു നോക്കൂ. എടി നിനക്കറിയാവുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് അങ്ങേരെ അറിയാം. അങ്ങേര് സമ്മതിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? നീ പോ, അങ്ങേരെ ഒന്നും സമ്മതിക്കത്തില്ല. എന്റെ പൊന്നു മമ്മി, നമുക്ക് രണ്ടാമത് ആലോചിക്കുമ്പോൾ കുറ്റബോധം തോന്നരുത്. പപ്പയെടുത്ത് ചോദിച്ചില്ലല്ലോ എന്ന്. മമ്മിക്ക് അമ്പത്തി അഞ്ചത്തി പപ്പയുടെ കാര്യം അറിയാലോ, ഒന്ന് ചോദിച്ചത് സമ്മതിച്ചും. ഞാൻ ചോദിച്ചു നോക്കാം, അല്ലെങ്കിൽ എന്നെ കുറ്റമൊന്നും പറയില്ല കേട്ടോ. ഇല്ല, ഇത് നോക്കി പപ്പ ഇപ്പഴാണെങ്കിൽ നല്ല മൂടില്ല, ചിലപ്പോ ഓക്കെ പറഞ്ഞാലോ. ചോദിച്ചിട്ടോ എന്റെ കാപ്പി അത് ഞാൻ കുടിച്ചോളാം. എന്റെ കാപ്പിയുടെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. കാപ്പി കൂടി മാത്രമേ ഉള്ളൂ സാറേ. ഞാൻ പിന്നെ ആ സെബാസ്റ്റ്യന്റെ മോന്റെ ഇടികൊണ്ട ഗുണ്ടകളുണ്ടല്ലോ, അവന്മാരിവിടെ താലൂക്ക് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആയിരിക്കും. അവര് കുറച്ച് ചില്ലറ എന്നെ വിളിച്ച് ചോദിച്ചായിരുന്നു. നമ്മൾ കൊടുത്ത പൈസയൊക്കെ അവന്മാർ അവിടെ ഹോസ്പിറ്റലിൽ അടച്ചത്. അപ്പൊ ഞാൻ അതിനും കൂടെ വേണ്ടിയിട്ടാണ് സാറിനെ കാണാൻ വന്നത്. അവര് എത്രയാ ചോദിക്കുന്നത്? 5000. ഒരു ഇടിക്ക് 5000 രൂപയോ? പിന്നെ അമ്മാതിരി ഇടിയല്ലേ സാറേ? എന്നാ പിന്നെ അതിന്റെ ഒരു വീഡിയോ എങ്കിലും എടുത്തോണ്ട് വരാറുമല്ലോ. സാറെ കുഞ്ചിർത്തി കൂമ്പിലിട്ടിടിക്കുമ്പോ വീഡിയോ എടുക്കണേ. നേരാ. അപ്പം പണ്ട് എനിക്കിട്ട് തന്ന ഒരു അടി ഇപ്പോഴും ഞാൻ മറക്കത്തില്ല. സാറിനും വൃത്തി കിട്ടിയിട്ടുണ്ടല്ലേ? ആ അടിയല്ല, പിന്നെ എന്റെ മോളെ അവന്റെ മോനുണ്ടല്ലോ ചതിച്ച ചതി. ഓ, സാറിന്റെ മരുമോൻ. മരുമോൻ എന്ന വാക്കോടെ മിണ്ടിപ്പോരുത്, എനിക്കത് കേൾക്കുന്ന ഇഷ്ടമല്ല. നിങ്ങളിപ്പോ നല്ല മൂഡിലാണോ ഇരിക്കുന്നത്? ഞാൻ വളരെ നല്ല മൂഡില്ല. എന്തും കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ കറക്റ്റ് സമയത്താണ് ഞാൻ വന്നത്. എന്നാ പിന്നെ അകത്തോട്ടിരിക്കാം, നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. വേണ്ട, നമുക്ക് ഇവിടെ സംസാരിക്കാം. ഇവൻ കേട്ടാലും കുഴപ്പമൊന്നുമില്ലെന്നേ. ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ സമാധാനത്തോടെ കേൾക്കണം. നമ്മുടെ ജെസിമോടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ? തീരുമാനം എടുക്കണം. ഞാൻ എന്റെ ഒരു ആഗ്രഹം പറയട്ടെ. നമുക്ക് ആ ടോമിനെ കൊണ്ട് നമ്മുടെ ജെസിയെ കെട്ടിച്ചാലോ? ആരുടെ കാര്യം നീ പറയുന്നത്? ആ സെബാസ്റ്റിന്റെ മോനെ. സെബാസ്റ്റിന്റെ മോൻ ടോമോ? അവരൊന്ന് കല്യാണം കഴിച്ചതേ ഉള്ളൂ. അവരിഷ്ടത്തിലായിരുന്നില്ലേ? പിന്നെ ഒരു കലഹം ഉണ്ടായി, ഒന്ന് പിരിഞ്ഞു, അത്രേ ഉള്ളന്നേ. എന്നാലും ആ ടോമേ, ആ പേര് നീ ഇവിടെ വേണ്ടി പോരുത്. അവന്റെ ഒരു ഇടിക്ക് 5000 രൂപ കൊടുത്തിട്ട് ഇരിക്കുവാ ഞാൻ. ടോമെന്ന് എന്നോട് പറഞ്ഞിരിക്കട്ടെ, നമ്മുടെ മോളോട് നീ കാര്യം പറഞ്ഞേക്കരുത്. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും, പറഞ്ഞേക്കാം. എല്ലാത്തിനും നീ ഒരുത്തിയ കാരണം. ഒരാലോചനയും കൊണ്ടുവന്നിരിക്കുന്നു. പപ്പ ഞാൻ പോയിട്ട് വരട്ടെ. ശരി മോളെ. മമ്മി ഞാൻ പോയിട്ട് വരാം. വഞ്ചകി. അവളെ ആ പോക്ക് കണ്ടോ? അവളൊരു കാര്യം അറിഞ്ഞിട്ടില്ല. വെറുതെ ഓരോന്നും പറഞ്ഞ് അവളെ ഓർമ്മിപ്പിക്കരുത് കേട്ടോ. അവളെല്ലാം മറന്നുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ അവനെ കൊണ്ട് ഇവളെ കെട്ടിക്കത്തില്ല അല്ലേ? ഇല്ല. എന്നാ പിന്നെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ. ഞാൻ കയറി പോവുക, എനിക്ക് നേരമില്ല. എല്ലാത്തിനും കാരണം ഇവളാ. അവള് വെറുതെ ഒരു പാവമാന്നേ.